മുമ്പൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കോളേജിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും അന്ന് ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത, അന്ന് ഒരു ഭാഗത്ത് KSU ഉണ്ട്, മറുഭാഗത്ത് SFI ഉണ്ട്. അന്ന് ഞങ്ങളുടെ കോളേജിലൊക്കെ തന്നെയും ഏറ്റവും അധികം വായിക്കുന്നവരൊക്കെ തന്നെ KSU ഉള്ളവരാണ്. SFI അങ്ങനെ വായിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമുള്ളൂ. ഇത് ഞാൻ പഠിച്ച കോളേജ് മാത്രമല്ല, കേരളത്തിലെ മറ്റു പല കോളേജുകളിലും. ഞാൻ എറണാകുളം മഹാരാജാസിലെ അവസ്ഥ എന്താണെന്ന് അക്കാലത്ത് അവിടെ പഠിച്ചിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി. അവിടെ ഒരു കാലത്ത് ഒരു ഭാഗത്ത് സച്ചിദാനന്ദനുണ്ട്, ഈ ഭാഗത്ത് വേറെ കുറേ പേരുണ്ട്. പക്ഷേ സച്ചിദാനന്ദനെ പോലെ തന്നെ നന്നായി വായിക്കുന്ന, പക്ഷെ അതിലേറെ വായിക്കുന്ന ഒരുപാട് KSU ഉണ്ടായിരുന്നു. എന്നിട്ടും അവിടെ മഹാരാജാസ് കോളേജിൽ SFIക്ക് സ്വാധീനിക്കാൻ ചെലുത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ആ തലമുറ പോയി, പിന്നീട് ഒരു തലമുറ വന്നു. അപ്പോൾ KSUവിൻ്റെ ആ ഇടക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് ഒരു പഠനം നടത്തേണ്ടതാണ്. KSU ദുർബലമായി പോകാൻ കാരണം എന്ത്? പലപ്പോഴും ഞാൻ ആലോചിച്ചപ്പോഴേ ഞാൻ കണ്ടെത്തിയുള്ള കാര്യം, അത് കോൺഗ്രസിൽ സംഭവിച്ചുള്ള ചില രാഷ്ട്രീയ തളർച്ചയുടെ ഭാഗമാണ്. കാരണം നമ്മുടെ ജനാധിപത്യ ശക്തികളൊക്കെ തന്നെ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചു. വ്യക്തികൾ നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയതോടുകൂടി KSU പതുക്കെ പതുക്കെ ചുരുങ്ങിക്കൊണ്ടിരുന്നു. ഇനി അങ്ങനെ ഒരു കാലമല്ല നമുക്ക് വേണ്ടത്. വ്യക്തികൾക്കതീതമായ ആശയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രധാനക്കാരായി മാറുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ആ ദൗത്യം KSUക്കാർ ഏറ്റെടുക്കണം. അവർ നല്ല വായനക്കാരായി മാറേണ്ടതാണ്. അവർ സംവാദവേദികളിലൊക്കെ കൃത്യമായി ഇടപെടേണ്ടതാണ്. അങ്ങനെ സംവാദങ്ങളിലൂടെ, നിരന്തരമായ വായനയോടെ, ആലോചനയിലൂടെ പുതിയ തലമുറയെ കൊണ്ടുപോകാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഒരുപക്ഷേ ഏറ്റവും പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ ശക്തികൾക്ക് അതീതമായ ഒരു ശക്തിയെ രൂപപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് SFIയുടെ ഉരുക്കുകോട്ടയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ KSU കിട്ടിയ വീട് എനിക്കറിയില്ല. ഒരു ഭാഗത്ത് SFI ഉരുക്കുകോട്ട സ്ഥാപിച്ചിരിക്കുന്നു, തൊട്ടപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയ ശക്തി വേറെ ഉരുക്കുകോട്ട സ്ഥാപിച്ചിരിക്കുന്നു, BJP MG മഹാത്മാഗാന്ധി കോളേജ്. അങ്ങനെ ഉരുക്കുകോട്ടകൾ സ്ഥാപിക്കുകയല്ല വേണ്ടത്. എല്ലായിടത്തും ജനാധിപത്യത്തിന്റെ കാറ്റുകൾ കടന്നു വരട്ടെ, തുറന്ന ചിന്തകൾ ഉണ്ടാവട്ടെ. അതാണ് മഹാത്മാഗാന്ധിയും നെഹ്റുവൊക്കെ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും ഉരുക്കുകോട്ടകൾ സ്ഥാപിച്ച് എല്ലാ പുതുചിന്തകളെയും ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്.